ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ സി എസിനെയാണ് കാണിക്കുന്നത്. സി എസ് ആണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി ആ വീട്ടിലൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക. അന്ന് ഇതുപോലെ രാഹുൽ തൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇറങ്ങിപ്പോടാ പുറത്ത് എന്നും പറഞ്ഞ് ആട്ടി ഇറക്കുന്ന ആ കാര്യങ്ങൾ അതെല്ലാം ആലോചിച്ചിട്ട് സി എസ് വിഷമിച്ച് നിൽക്കുമ്പോൾ രൂപ എന്താ ചന്ദ്രേട്ട ആലോചിക്കുന്നേ? വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെയല്ലേ രാഹുൽ എന്നെയും ഇവിടെ നിന്ന് പടിയിറക്കി വിട്ടത്? അന്ന് താനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് താൻ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയില്ലേ? അതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് ചന്ദ്രേട്ട. എനിക്കറിയാം ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ദുഷ്ടകാല മാടൻ്റെ കൂടെ ചേർന്ന് ഞാൻ എൻ്റെ ചന്ദ്രേട്ടനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. എനിക്കെല്ലാം അറിയാം. പക്ഷേ അതെല്ലാം ഒരു വിഷമമായിട്ട് ഇപ്പോഴും അതിനൊരു പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല ഞാൻ ജീവിക്കുന്നത്. എന്ത് ചെയ്യാനാ? വിശ്വസിച്ചു പോയി. അന്ന് അവനെ ഞാൻ കണ്ണു അടച്ച് വിശ്വസിച്ചു പോയി. സ്വന്തം ഭർത്താവിനേക്കാളും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ആങ്ങളെയാണ് എനിക്ക് വലുതെന്ന് തോന്നിപ്പോയി. എന്നോട് ക്ഷമിക്ക് ചന്ദ്രേട്ട. സാരമില്ലടോ, അതിനൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ അവനിപ്പോൾ ജയിലിൽ കിടക്കുമല്ലോ ചന്ദ്രേട്ട. പിന്നെ എന്തിനാ ചന്ദ്രേട്ടൻ പേടിക്കുന്നേ? അവനിപ്പോൾ ജയിലിൽ കിടക്കുന്നത് അവൻ ചെയ്ത തെറ്റിനാ. പക്ഷെ അന്ന് ഞാൻ ഇവിടം വിട്ടു പോയത് ഞാൻ ചെയ്യാത്ത തെറ്റിനാ. ആ നീറ്റല് ഇപ്പോഴും ഉണ്ട് രൂപേ. അന്നത്തെ കാലത്തെ കാര്യങ്ങൾ ഓർക്കാൻ പേടിയാ എനിക്ക് ഇപ്പോഴും. അതുപോലെയൊക്കെ സംഭവിക്കുമെന്നുള്ള പേടി. എന്തിനാ ചന്ദ്രേട്ടൻ പേടിക്കുന്നേ? ഇനി ഒരിക്കലും നമ്മളെ പിരിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. ആ ദൈവത്തിന് പോലും കഴിയില്ല. അതാ ഞാൻ പറഞ്ഞ സത്യം എന്നും നമ്മുടെ രൂപ പറയുക. അത് കേട്ടതും അതിനൊക്കെ നിമിത്തമായത് നമ്മുടെ മോനാടോ. മോൻ മാത്രമല്ല, മോളും ഉണ്ട്. സോണിയും പല പ്രാവശ്യമായി രാഹുൽ എന്ന് പറയുന്ന കാലമാടൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കാൻ പല വഴികളിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. അവളാണ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നതൊക്കെ. അയാളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും അയാൾ ആരാണെന്ന് അറിയണമെന്നൊക്കെ എനിക്ക് അവളെ പറഞ്ഞു തന്നത്. അതുപോലെ കിരണും മോളും ഒരു ഇതിൽ തുല്യ പങ്കുണ്ട് അവർക്ക്. അവനെക്കുറിച്ചുള്ള കള്ളത്തരങ്ങളൊക്കെ ഞാൻ അറിയാൻ. അതെ, പക്ഷേ ഇതിനൊക്കെ അവരെ പ്രേരിപ്പിച്ചതാരാ? കല്യാണി മോള്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കല്യാണി മോള് നമ്മുടെ മോൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് അവരെന്നെ മനസ്സിലാക്കിയില്ലായിരുന്നു. കല്യാണി മോള ഞാൻ കിരണിൻ്റെ അച്ഛനാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത്. അവളാ എനിക്കൊപ്പം നിന്നത്, എൻ്റെ കൂടെ നിന്നത്. എന്നിട്ടും എന്നെ മനസ്സിലാക്കി എൻ്റെ മക്കളെ എന്നെ വിശ്വസിച്ചപ്പോൾ മക്കളെയും മരുമകളെ പോലും താൻ അവന് വേണ്ടി പുറത്താക്കിയില്ലേ രൂപേ? അത് കേട്ടതും എനിക്കറിയാം ചന്ദ്രേട്ട, അതൊക്കെ എൻ്റെ തെറ്റായ ധാരണയായിരുന്നു. അതിനെല്ലാം എൻ്റെ ചന്ദ്രേട്ടനോടും ദൈവത്തോടും ഒക്കെ ഞാൻ മാപ്പ് പറയുക ഞാൻ ചെയ്ത തെറ്റുകളിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ വിഷമിച്ച് നിൽക്കുക. എല്ലാം എൻ്റെ മനസ്സിലൊരു പേടി സ്വപ്നമായിട്ട് ഇപ്പോഴും ഉണ്ടടോ. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടന്ന് അലട്ടുക എന്നൊക്കെ പറയണം. സാരമില്ല ചന്ദ്രേട്ട, ഇനി അങ്ങനെയൊന്നും നടക്കില്ല. എന്തായാലും നമ്മുടെ ശത്രുക്കളായിട്ട് വന്നവരൊക്കെ ജയിലിനകത്ത് പോയല്ലോ. അവരൊക്കെ പോയെങ്കിലും ഒരു വിഷവിത്ത് പുറത്തുണ്ട്, സരയു. അവളെ പേടിക്കണം. ഏത് നിമിഷവും അവൾ എന്തും ചെയ്യും. എനിക്കൊരു കുറ്റബോധമുണ്ട് ചന്ദ്രേട്ട. അവളെ വളർത്തിയതും അവളെ സ്നേഹിച്ചതും കിരണിനെയും കല്യാണിയെ സോണിയേക്കാളും അവൾക്ക് സ്നേഹം കൊടുത്തതൊക്കെ ഞാനാ. ആ ഒരു കുറ്റബോധം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്ന് കരുതി വീണ്ടും അവളെ സ്നേഹിക്കാനായിട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണ്ട. അത് ശരിയാവില്ല. വിഷപ്പാമ്പ് അവള്. വിശ്വസിച്ച് കഴുത്തിറക്കും. നിന്റെ ആങ്ങളെ പോലെ തന്നെ എനിക്കറിയാം ചന്ദ്രേട്ട. ഇനി എൻ്റെ ചന്ദ്രേട്ടനോ മക്കളോ മരുമകളോ പറയുന്നതല്ലാതെ ഞാൻ വേറെ ഒന്നും അനുസരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ വാക്ക് കൊടുക്കുക സി എസിന്. ഈ സമയം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. സരയുവിനെ പേടിക്കണം. അവള് എന്തും ചെയ്യും. അവളുടെ ജീവിതം നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനോഹറിനെ കുറിച്ചുള്ള കള്ളത്തരങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ കല്ലുമോനെ കൊന്ന് കല്യാണിയെ കൊന്ന് കിരണിനെ തട്ടിയെടുക്കണമെന്നൊക്കെ വിചാരിച്ച് നടന്നതാണ് അവളുടെ അച്ഛൻ. അങ്ങനെയുള്ളപ്പോൾ ഇനി അവളുടെ ജീവിതം തകർന്നു എന്ന് അവൾ അറിയും. അതായത് മനോഹറിനെ കുറിച്ചുള്ള സംശയങ്ങൾ അവളുടെ ജീവിതത്തിൽ തോന്നിത്തുടങ്ങി. അങ്ങനെ തോന്നിത്തുടങ്ങുമ്പോൾ അവളെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആ സമയത്ത് തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ കല്യാണിക്ക് നഷ്ടപ്പെടണമെന്നും പറഞ്ഞ് അവൾ എന്തും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് അവളെ സൂക്ഷിക്കണമെന്ന്. താൻ വിശ്വസിച്ച് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. എനിക്കറിയാം ചന്ദ്രേട്ട. ഞാൻ പറഞ്ഞല്ലോ, ഇനി കല്യാണി മോളും ചന്ദ്രേട്ടനും കിരണും ഒക്കെ പറയുന്നതല്ലാതെ ഞാൻ വേറെ ഒന്നും അനുസരിക്കില്ല. എൻ്റെ ഇഷ്ടത്തിന് ഞാനൊന്നും ചെയ്യത്തുമില്ല. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തതിനൊക്കെ ദൈവം എനിക്ക് തന്നു, ഒരുപാട് ശിക്ഷ തന്നു. ഇനി ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല ചന്ദ്രേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാക്ക് കൊടുക്കുക. ഈ സമയം പിന്നീട് കോളിംഗ് ബെല്ലടിക്കുന്നതാണ് കാണിക്കുന്നത്. കിരണും കല്യാണി എത്തി. ദീപ വാതിൽ തുറന്നു. എന്തായി മക്കളെ, എന്തായി കാര്യങ്ങളൊക്കെ? കോടതിയിൽ എന്തായിരുന്നു തീരുമാനം? എന്ത് ചെയ്യാനമ്മേ? അയാളെ റിമാൻഡ് ചെയ്യാതിരിക്കില്ലല്ലോ. അത്രയ്ക്കും എല്ലാവരും ആവേശത്തോടെയാ അയാൾക്കെതിരെ സാക്ഷി പറഞ്ഞത്. അത് പിന്നെ പറയാതിരിക്കും മോനെ? മോൻ്റെ അച്ഛനെ അമ്മയെ കൊല്ലാൻ വന്നവനാ.
അവനെ വെറുതെ വിടരുത്. സ്വന്തമായാൽ പോലും അവനെ വെറുതെ വിടരുത് മോനെ. വിശ്വാസവഞ്ചനയല്ലേ അവൻ കാണിച്ചത്? വിശ്വസിച്ച് കൂടെ നിന്ന സ്വന്തം പെങ്ങളെ ചതിക്കുമായിരുന്നില്ലേ? ആ പെങ്ങളുടെ ജീവിതം തകർക്കുമായിരുന്നില്ലേ? അതുപോലെ തന്നെയാണ് എല്ലാവരും. എനിക്ക് ഇപ്പോൾ ഒരുത്തനെ കൂടെ എനിക്ക് നല്ല സംശയമുണ്ട്. പ്രകാശൻ അവനും ഓരോന്നോരോന്ന് പറഞ്ഞ് നമ്മുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി വരുന്നതാ. ഇല്ലമ്മേ, ഇനി അയാളെ അവിശ്വസിക്കേണ്ട. അയാൾ സത്യസന്ധമുള്ളവനാണെന്ന് ഇപ്പം മനസ്സിലായി. അയാൾ ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ജീവിതം രക്ഷിക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചാനെ? ഇന്ന് അവർ ആ രാഹുലിൻ്റെ തോക്കിൻ്റെ വെടികൊണ്ട് മരിച്ചു വീണാനായിരുന്നു. അത്രയ്ക്ക് ദ്രോഹമാണ് എൻ്റെ അച്ഛനോടും അമ്മയോടും അവൻ ചെയ്യാൻ പോയത്. അതിനെ തടഞ്ഞ പ്രകാശൻ ഞങ്ങളോടെല്ലാം വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വരുന്ന വഴിക്ക് അയാളെ കണ്ടേച്ച് വരുന്ന വഴിയാ അയാൾ എല്ലാം തുറന്നു പറഞ്ഞു. ഇനി അയാളെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കും ക്ഷേത്രത്തിൽ പോയപ്പോൾ അങ്ങനെയൊക്കെ തോന്നി. കണ്ടപ്പോൾ ഞാനും ദേഷ്യപ്പെട്ടൊന്നും സംസാരിച്ചില്ല, മര്യാദയ്ക്ക് എന്നെ സംസാരിച്ചത്. പക്ഷെ എന്നാലും എവിടേക്കോ എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് മക്കളെ. അതുകൊണ്ട് തന്നെ കണ്ണുടച്ചങ്ങനെ ആരെയും വിശ്വസിക്കണ്ട. അയാളുടെ മകൻ വിക്രം പരോളിന് പുറത്തിറങ്ങുമെന്നാണല്ലോ മോൻ്റെ അച്ഛൻ പറഞ്ഞത്. ചിലപ്പോൾ അങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ മോൻ്റെ കൂടെ ആയിരിക്കും അച്ഛനും താമസിക്കുന്നത്. അങ്ങനെ താമസിച്ച് കഴിയുമ്പോൾ ഇപ്പം മാറിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ക്രിമിനൽ ബുദ്ധി വീണ്ടും കൂടും. അതുകൊണ്ട് അയാളെ കണ്ണടച്ച് വിശ്വസിക്കേണ്ടെന്നേ ഞാൻ പറയും. അതൊക്കെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുള്ളൂ. പിന്നെ എന്തായാലും വീട്ടിനകത്തൊന്നും കയറ്റിയില്ലെങ്കിലും വഴി കാണുമ്പോൾ അകന്ന് മാറി നടക്കണ്ട. ഇത്തിരി സ്നേഹത്തോടെയൊക്കെ സംസാരിക്കാം. അതെങ്കിലും അയാൾക്ക് ആശ്വാസം കിട്ടട്ടെ. മകൻ്റെ കാലം അമ്മ തല്ലി ഓടിച്ചപ്പോൾ മകന് മാറ്റം വന്ന് കാണും. അതുപോലെ കൊച്ചുമോനെയും 2 കൊടുത്തു കഴിഞ്ഞാൽ അവനും മാറിയാൽ അത്രയും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപ ഇങ്ങനെ നിൽക്കുക. എന്തായാലും കാര്യങ്ങളൊക്കെ ഇവിടം വരെ ആയില്ലേ? ഇന്ന് കോടതിയിൽ ഒരുത്തി അച്ഛന് വേണ്ടി വാദിക്കാൻ ഒരു വലിയ വക്കീലിനെ വെച്ചു. എന്നിട്ട് പോലും അയാൾ തോറ്റുപോയി. കാരണം തെളിവുകളൊക്കെ ആ രാഹുലിൻ്റെ മുന്നിൽ വെച്ച് നിരത്തി ഞങ്ങൾ. എല്ലാ തെളിവുകളും അയാൾക്ക് എതിരായതുകൊണ്ട് എല്ലാ തെളിവുകളും കണ്ട് എല്ലാം കൊണ്ടും അയാളെ പൂട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അവളും തകർന്ന് തരിപ്പണായി. കോടതിയിൽ എല്ലാവരുടെ മുൻപിൽ നാണം കെട്ടു അവള്. അതുകൊണ്ട് അവക്കടെ മോന്ത ഞാൻ ഒന്നുകൂടെ ഒന്ന് കണ്ടേച്ച് വരട്ടെ. അവിടെ ചെന്ന് 2 ഭീഷണിയും കൂടെ പെടുത്തണം. ഇല്ലെങ്കിലേ എല്ലാം തകർന്നവള് നേരെ വരുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. ശരി മോനെ, സൂക്ഷിക്കണേ. ശരി അമ്മ, ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങ് പോവുക. ഈ സമയം കല്യാണി ഇന്നത്തെ ദിവസം അമ്മ കാണുമായിരുന്നു കോടതിയിൽ ആ രാഹുലും സരയും തലയും കുമ്പിട്ടാ നിന്നത്. നിൽക്കണമല്ലോ മോളെ, ചെയ്ത പാപങ്ങൾ അത്രയ്ക്ക് വലുതാ. എല്ലാം കൊണ്ടും ക്രൂരപ്പണികളാണ് അവർ ചെയ്തതൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം അവർ 2 അകത്തേക്ക് പോയി. പിന്നീട് കാണിക്കുന്നത് കോളിംഗ് ബെൽ അടിക്കുന്നതാണ്. കോളിംഗ് ബെൽ അടിച്ചതും ഷാരി വാതിൽ തുറന്നപ്പോൾ സരയും ഷാരിയും കൂടെ തുറച്ചു നോക്കുക കിരണിനെ. അപ്പോൾ കിരൺ അകത്തേക്ക് വരാവോ? വാ മോനെ എന്നും പറയുക. അങ്ങനെ അവരകത്തേക്ക് ചെന്നു. അകത്തേക്ക് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ കിരൺ ചോദിക്കുക, എന്താടി ഇന്ന് വലിയൊരു വക്കീലിനെ വെച്ചിട്ട് ഒന്നും പറ്റിയില്ല അല്ലേ? അല്ല, നിങ്ങളിന്ന് കോടതി കണ്ടില്ലല്ലോ, എന്താ വരാതിരുന്നത്? വന്നിരുന്നെങ്കിൽ ഭർത്താവിൻ്റെ എല്ലാ നന്മകളും അറിയായിരുന്നല്ലോ. ഇല്ല മോനെ, അങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യമില്ലായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു. വയസ്സാം കാലത്ത് ഇവർക്കൊരു കൂട്ട് വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് ഇവരുടെ അടുത്ത് കൊണ്ടുവന്നാക്കണമെന്ന് കരുതി. അത് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ആവുമെന്ന് അറിഞ്ഞില്ല. എടി, നിന്റെ അച്ഛൻ എന്ത് ദുഷ്ടനടി! എന്നിട്ടും ഇത്രയും നല്ലൊരു വക്കീലിനെ നീ എന്തിനാ വെച്ചത്? അത് കേട്ടതും ഒരു മക്കളും സ്വന്തം അച്ഛൻ ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കില്ല. അതെ, എൻ്റെ സ്വന്തം അച്ഛനാ. സ്വന്തം അച്ഛൻ. ആ അച്ഛൻ കോടതിയിൽ മുൻപിൽ തല കുമ്പിട്ട് നിൽക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ അച്ഛനെ രക്ഷിക്കാനല്ലേ എനിക്ക് തോന്നും, അല്ലാതെ ജയിലിൽ പോയി കിടക്കട്ടെ എന്ന് തോന്നോ? എടി, നിന്റെ സ്വന്തം അച്ഛൻ മാത്രമല്ല, നിന്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് നീ അത് നോക്കിയില്ല അല്ലേ? അമ്മയോ? എൻ്റെ അമ്മയോ? അവരെൻ്റെ അമ്മയാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ലടാ. ഒരു കോടതി അംഗീകരിച്ചാലും ഞാൻ അംഗീകരിക്കില്ല. അവരെൻ്റെ അമ്മയേ അല്ല, എൻ്റെ അമ്മ ഈ നിൽക്കുന്നതാണ്. അത് കേട്ടതും അല്ലെങ്കിൽ നിന്റെ അംഗീകാരം നിന്റെ സർട്ടിഫിക്കറ്റും ആർക്ക് വേണോടി? പക്ഷെ എത്ര തേച്ച് മായച്ചാലും സത്യം സത്യമല്ലാതാകില്ല. അതുകൊണ്ട് നീ കൂടുതൽ അഹങ്കരിക്കണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പം നിന്റെ അച്ഛനെ ജയിലിൽ പോയിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ സ്വഭാവം അറിയാലോ, വീട് കയറി 2 എണ്ണത്തിനെയും കത്തിക്ക് ഞാൻ. ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ മോനെ എന്നും ഷാരി. നിങ്ങളൊന്നും ചെയ്യില്ല, പക്ഷെ ഈ നിൽക്കുന്നവള് കണ്ടില്ലേ, രാക്ഷസ സ്വഭാവമുള്ളവളാ.
ഇവളെല്ലാം കൊണ്ടും തകർക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒന്ന് വാണിംഗ് ആയിട്ട് വന്നതാ. നീ ഒന്നും ഓർത്തോ, നീ എന്തൊക്കെ ചെയ്താലും നീ ചെയ്ത പാപങ്ങളൊക്കെ അടി ഇന്നത്തെ നിന്റെ തലയിൽ വന്ന് വീണിരിക്കുന്നത്. നിന്റെ അമ്മയല്ലാതെ നിന്നെ പ്രസവിച്ചത് പാവപ്പെട്ട താരയാൻ്റിയായി. എല്ലാം കൊണ്ടും നീ തകർന്നടി മോളെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ വെല്ലുവിളിച്ചിട്ട് അങ്ങ് ഇറങ്ങി പോവുക. സമാധാനമായല്ലോ, സന്തോഷമായല്ലോ, ഇനി എന്തിനാ എൻ്റെ മുന്നിൽ നിൽക്കുന്നേ എന്നും സരയു ദേഷ്യപ്പെട്ട് ശാരിയോട് ചോദിക്കുക. അത് കേട്ടതും നീ എന്തിനാ മോളെ, ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, നിന്റെ അച്ഛനല്ലേ, മിണ്ടിപ്പോരുത്, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ സമനില തെറ്റി നിൽക്കുക. എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കയ്യിൽ കിട്ടുന്നത് കൊണ്ട് അടിക്കണ്ടെങ്കിൽ എൻ്റെ മുൻപിൽ നിന്ന് പോകാൻ നോക്ക് എന്നും പറഞ്ഞ് സരയു ശാരിയെ ആട്ടിപ്പായിക്കുക. ഈ സമയം ശാരി സങ്കടപ്പെട്ടങ്ങ് പോവുകയാണ്. ഇതേ സമയം സരയു കുറച്ചു നേരം ആലോചിച്ചിട്ട് അവിടേക്ക് പോവുക. അവിടെ പെൺഡ്രൈവും കൊണ്ട് അയാൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നാ മാഡം ഇതില് എല്ലാം ഉണ്ട്. അയാളുടെ ഒരു കല്യാണം അല്ല ഇവിടെ നടന്നത് കേട്ടോ, കുറേ കല്യാണം നടന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അതെല്ലാം ഞാൻ പെൺഡ്രൈവിലേക്ക് പകർത്തിയിട്ടുണ്ട്. താങ്ക്സ്. ഇന്നാ നിങ്ങൾ ചെയ്തതിനുള്ള പ്രതിഫലം. അത് കേട്ടതും മാഡം ഒരു സംശയം, അവനൊരു തരികിടയാണെന്ന് മനസ്സിലായി. പക്ഷേ മാഡവുമായിട്ടുള്ള അവൻ്റെ ബന്ധം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. അയാളിപ്പം എൻ്റെ ഭർത്താവാ എന്നും സങ്കടപ്പെട്ടുകൊണ്ട് സരയു പറയുക. അത് കേട്ടതും ആ ഹോട്ടൽ മാനേജർ തലപുകഞ്ഞാലോചിക്കുക. ഭർത്താവോ, പണി കിട്ടുമോ ഈശ്വര എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയു വിഷമിച്ച് കാറിൽ കയറി അങ്ങ് പോവുക. കാരണം മനോഹറിൻ്റെ ഓരോ തരികിട സ്വഭാവവും ഇങ്ങനെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണി നല്ല സുന്ദരിയായിട്ടൊക്കെ ഒരുങ്ങി നിൽക്കുക. അപ്പൊ കിരൺ വന്നു. ഇത്രയും നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി എവിടെ പോവുക? അതെ, ഞാനും ചേച്ചിയും ഞാനും കാർത്തിക ചേച്ചിയും കാദംബരി ചേച്ചിയും ക്ഷേത്രത്തിലേക്ക് പോവുക. ആണോ? എന്തിന്? എനിക്ക് അച്ഛനെ കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഓഹോ, അപ്പോ അത്രയ്ക്കൊക്കെ ആയോ? അല്ല, അച്ഛൻ്റെ മാറ്റം അത് ശരിയാണെന്ന് എനിക്കൊരു തോന്നല്. അതുകൊണ്ട് അച്ഛനെയും കൂടെ കാണാൻ അങ്ങോട്ട് പോകുന്നേ. അതൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ എന്തായാലും നിന്റെ അച്ഛൻ്റെ സ്വഭാവം മാറിയെന്നുള്ള സത്യ കല്യാണി. അതുകൊണ്ട് ഇനി അച്ഛൻ്റെ മോളാണെന്ന് പറയാൻ സന്തോഷമുണ്ടോ? പിന്നെ അതൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ കിരണേട്ടാ. ആ ഒരു ആഗ്രഹമൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് പോകരുത്, അത്രയേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു അച്ഛൻ എനിക്ക് വേണം. പക്ഷേ വിക്രത്തിൻ്റെ കാര്യം അറിയാമല്ലോ മോളെ, അവൻ പുറത്തിറങ്ങിയ ചിലപ്പോൾ നിൻ്റെ അച്ഛൻ മാറിയേക്കാം, നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം മാറ്റിയേക്കാം. ഇല്ല കിരണേട്ടാ, എനിക്കിനിയിപ്പോൾ അങ്ങനെ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം ഇങ്ങനെ നിൽക്കുക. എന്നാ കിരണേട്ടൻ വരുന്നുണ്ടോ? നിങ്ങൾ പോയിട്ട് വാ, നിങ്ങളുടെയൊക്കെ സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ ഞാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ എങ്ങനെ ഇതാക്കോ. ഒന്ന് പോകരുന്നേട്ടാ, അച്ഛനെ കണ്ട് സംസാരിക്കാനൊന്നും അല്ല, പക്ഷേ ദൂരത്തു നിന്നാണെങ്കിലും ഒന്ന് കാണാമല്ലോ. നമ്മൾ വിശ്വസിച്ചൊന്നും സ്നേഹിക്കുന്നുണ്ടെന്നും അച്ഛൻ അറിയണ്ട. വിക്രത്തിൻ്റെ സ്വഭാവം അറിയില്ലല്ലോ, അതുവരെ ഇങ്ങനെയൊക്കെ പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ നിൽക്കുക. ഈ സമയം നമ്മുടെ കല്യാണി എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ കിരണേട്ടാ, പോയിട്ട് വാ കല്യാണി, ഓൾ ദ ബെസ്റ്റ്, അച്ഛനെ കണ്ട് സംസാരിക്ക്. വേണ്ട കിരണേട്ടാ, ഞാനൊന്ന് കാണും, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി സന്തോഷത്തോടെ പോവുക. ഇതേ സമയം പിന്നീട് സരയുവിനെയാണ് കാണിക്കുന്നത്. അതെ, ടെക്സ്റ്റൈൽ ഷോപ്പുകാരനോട് സരയു ഇതൊക്കെ മേടിക്കുക പെൺഡ്രൈവിൽ. മേഡം പറഞ്ഞതൊക്കെ ഉണ്ട്. പിന്നെ മേഡം നന്നായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ വന്ന എല്ലാ CCTV ഫുട്ടേജും ഞാൻ ഇതിലോട്ട് പകർത്തിയിട്ടുണ്ട്. എൻ്റെ മേഡം, അപ്പോഴല്ലേ ഞാൻ ആളെ ശ്രദ്ധിച്ചത്. ഇവനെ ഒരു പെൺകുട്ടികളുമായിട്ടല്ല, പല പെൺകുട്ടികളുമായിട്ട് എൻ്റെ ടെക്സ്റ്റൈൽസിൽ വന്നിട്ടുണ്ട്. എത്ര തുണികളെടുത്തേ, ലക്ഷങ്ങളല്ലേ ഇവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് തുണികൾ എടുക്കുമ്പോൾ. പക്ഷേ അതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു പ്രാവശ്യം കണ്ട അടുത്ത പ്രാവശ്യം കാണുമ്പോൾ പരിചയപ്പെടാനൊന്നും ഞാൻ അത്ര മൈൻഡ് ഇതാക്കി വെക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ CCTVയിൽ നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി മാഡം. എൻ്റെ പൊന്നെ, എത്ര പെണ്ണുങ്ങളോടൊപ്പം ഇവൻ വന്നത്. എന്നാലും ഇവനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പറയുന്നത് കേട്ട് സരയുവിൻ്റെ ഹൃദയം നുറുങ്ങിപ്പോകുന്ന വേദനയാ. അത്രയ്ക്ക് വിശ്വസിച്ച, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച, തനിക്ക് തൻ്റെ ഭർത്താവുണ്ടെന്ന് ഏറ്റവും കൂടുതൽ അഹങ്കരിച്ച സരയുവിന് ഇതൊരു വലിയ തകർച്ച തന്നെ ആയിരിക്കുമല്ലോ. ഈ നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോയാലോ എന്ന് സരയു ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അയാൾ ചെയ്തതിനുള്ള പ്രതിഫലവും ചെക്കായിട്ട് കയ്യിലേക്ക് കൊടുത്തതിന് ശേഷം സരയു അങ്ങ് പോയി. ഈ സമയം ടെക്സ്റ്റൈൽസുകാരനും അങ്ങോട്ട് പോയി. ഇതേ സമയം സരയു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയും കാർത്തികയും പിന്നെ കാദംബരിയാണ്. അവർ അമ്പലത്തിൽ വരിക. അമ്പലത്തിൽ വന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക.
പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കല്യാണിയുടെ കണ്ണുകളാണെങ്കിൽ പ്രകാശനെ തേടുക. തൻ്റെ അച്ഛനല്ലേ ഒരുപാട് മോഹിച്ചതാ കുഞ്ഞുനാൾ മുതലേ അച്ഛനൊന്ന് മോളെന്ന് വിളിക്കണമെന്നും തന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്നും ഒക്കെ. പക്ഷേ ആ അച്ഛൻ ഇതുവരെ സ്നേഹിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒരാഗ്രഹം. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പൂജാരിയോട് ഇങ്ങനെ വഴിപാട് കഴിക്കാൻ വേണ്ടി 3 പേരും കൂടെ പേര് നക്ഷത്രമൊക്കെ പറയുക. അതെ, നിങ്ങളുടെ 3 പേരുടെയും പേരിൽ ഇവിടെ ഇപ്പോൾ ഡെയിലി അർച്ചന കഴിപ്പിക്കുന്നുണ്ട്. ആരാ കഴിപ്പിക്കുന്നേ? വേറെ ആര്? നിങ്ങളുടെ അച്ഛൻ. അതൊന്നും കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റില്ല തിരുമേനി. അയാൾ ഞങ്ങൾക്ക് വേണ്ടി കഴിപ്പിക്കുന്ന അർച്ചന ആത്മാർത്ഥമായിട്ടാണോന്നൊന്നും അറിയില്ലല്ലോ. എന്നാ ഇനി അയാൾ അവിശ്വസിക്കണ്ട. ദേ, എനിക്കത് മനസ്സിലായി. അയാൾ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാ. അപ്പൊ കല്യാണി, അതെ ചേച്ചി, അച്ഛനിപ്പോ നല്ല മാറ്റമുണ്ട്. അച്ഛനില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മായച്ഛൻ്റെയും അമ്മായിയമ്മയുടെയും കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരെ ദൈവം ഒന്ന് കൊണ്ടുപോകുമായിരുന്നു എന്നൊക്കെ പറയാ. എന്നാലും കല്യാണി, നിന്റെ ഈ ഓരോരോ സ്വഭാവമാ നിന്നെ വലിയ വലിയ വിനയിൽ കൊണ്ടെത്തിക്കുന്നത്. നീ ഒന്ന് ചിന്തിക്കണം. അയാളുടെ മകൻ കൊടും ക്രിമിനലാ. ചിലപ്പോൾ ഇത് അയാളെ കൊണ്ട് ചെയ്യിക്കുന്നതാണെങ്കിലും അവൻ ഏറ്റവും കൂടുതൽ സ്നേഹം പിടിച്ചു പറ്റുന്നത് നിന്റെ ആയിരിക്കണം. നിന്നോടാണ് അവന് കൂടുതൽ ദേഷ്യവും വെറുപ്പും. നിന്നെ കൊന്നിട്ട് അവൻ എൻ്റെ അടുത്തേക്ക് വരും. അതുകൊണ്ട് നിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയുള്ള ഒരടവാണെങ്കിലോ, ഏത് പാതിരാത്രി നീ വിളിച്ചാലും നീ ഓടിയെത്താൻ, അവർ വിളിച്ചാലും നീ ഓടിയെത്താൻ വേണ്ടി നിന്റെ വിശ്വാസം പിടിച്ചു പറ്റണമെന്ന് അവൻ ചിലപ്പോൾ അയാളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചാണെങ്കിലോ. എനിക്കങ്ങനെ ഒന്നും തോന്നുന്നില്ല ചേച്ചി. അച്ഛനിപ്പോൾ മാറിയത് ആത്മാർത്ഥമായിട്ട് തന്നെയാ. അതെനിക്ക് ഉറപ്പായി എന്നും കല്യാണി. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞ് കാർത്തിക ഉപദേശിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും പ്രകാശൻ ആ വഴിക്ക് വരികയാണ്. മക്കളെ 3 പേരെയും ഒരുമിച്ച് കണ്ടതും സന്തോഷത്തോടെ ആ കാഴ്ച കണ്ട് നോക്കി ചിരിക്കുകയാണ് പ്രകാശൻ. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം.